ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ലൊമാനി എൽപാസോ എന്ന ഡിയോഡറൻ്റ് ആണ്. കുറച്ച് നാളായിട്ട് ഏറ്റവും അധികം റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ എൽപാസോ. സോ എൽപാസോ പെർഫ്യൂം ഉണ്ട്, ഡിയോഡറൻറ്റും ഉണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ആളുകളെ എങ്ങനെ അട്രാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു ട്രിക്കുകളിലൊന്നാണ് ഈ എൽപാസോൻ്റെ ഫ്രാഗ്രൻസ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അത് ഒരുപാട് പേര് എന്താ പറയുക, അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്, ആളുകൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് മുമ്പേ ഞാൻ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാര്യം, മുമ്പ് തന്നെ പലരെ വാട്സപ്പ് ചെയ്തിട്ടൊക്കെ ഫോട്ടോ അയച്ചിരും ഈ ഒരു സാധനത്തിൻ്റെ ഡിയോഡറിൻ്റെ. ചിലരൊക്കെ ഫോട്ടോ അയച്ചിട്ട് പറയും ഞങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ എൽപാസോ, ഇതിൻ്റെ ഫ്രാഗ്രൻസ് വളരെ പ്ലീസിങ് ആണ്, എന്താ പറയുക നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ. അങ്ങനെ ഞാൻ എൽപാസോ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഈ ഡിയോഡറിനാണ് ഞാൻ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ഒരു എന്താ പറയുക കപ്പ് ഓഫ് ടീ ആണ് ഈ സാധനം എന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഇമ്മീഡിയറ്റ്ലി നമുക്ക് കിട്ടുന്ന വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് വേഗം ഇതിൻ്റെ ഇൻസ്പയർഡ് വേർഷൻ കളക്ട് ചെയ്തു. ലേറ്റർ സ്റ്റോറിൽ പാസിവിസ്റ്റ് പറഞ്ഞിട്ട് ആ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ആ പാസിവിസ്റ്റ് കൊണ്ടാണ് മിക്ക സമയത്ത് നടക്കാറുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റോറി. അപ്പോൾ ഈ എൽപാസോ എനിക്ക് ഈ ഒരു സാധനം ആക്ച്വലി എനിക്ക് അത്ര പരിചയം ഉണ്ടായിരുന്നു. ഞാൻ ലൊമാനീൻ്റെ വേറൊരു ഗ്രീൻ കളറിലൊരു ലൊമാനി ഉണ്ടല്ലോ, അത് ഞാൻ മുമ്പെന്നോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു പെർഫ്യൂം, അതേപോലെ അവരുടെ ഒരു സിഗാറ്, ഇങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ കുറേ എനിക്ക് തോന്നുന്നു കുറച്ച് 2 ml 3 ml ഒക്കെ ചെറിയ മിനിയേച്ചേഴ്സ് എൻ്റെ എഴുതിയിരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ എൽപാസോയും അതേപോലെ ഡൂയിറ്റും എനിക്ക് ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. ഡൂയിറ്റ് നല്ല ഡിയോഡറൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് രണ്ടും ഞാനത് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ എൽപാസോ എനിക്ക് തോന്നി എന്തായാലും ഇത് വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ കുറച്ചൊരു സ്പോർട്സ് ഈ എന്താ പറയുക ഗെയിംസ് ഒക്കെ കാണാൻ ഒരു ക്രേസുള്ള ആളാണ്. അപ്പോൾ ഈ IPL ഒക്കെ വരുമ്പോൾ വെറുതെ രാത്രി അതും കണ്ടിരിക്കും. അപ്പോൾ പിന്നെ മോർണിംഗിൽ ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു മുഖത്തിനൊന്നും ഒരു തെളിച്ചുണ്ടാവില്ല. അങ്ങനെ പിന്നെ അങ്ങനെ വീഡിയോ ചെയ്യൽ ഡിലേ ആയി പോകും. പിന്നെ കുറച്ച് തിരക്കുകളിലും പെട്ടുപോയി അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നി ഇത് ഇനിയും ഞാൻ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതുമായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഇതും അതേപോലെ ഡൂയിറ്റ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. രണ്ടും ലൊമാനിൻ്റെ തന്നെയാണ്, ചെറിയ പ്രൈസിന് കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആണ്. വലിയ ബിൽഡപ്പ് ഇടാനുള്ള സാധനങ്ങളൊന്നും പ്രൈസ് വൈസ് ഇല്ല, പക്ഷേ ഇതിൻ്റെ ഫ്രാഗ്രൻസ് വൈസ് ആണ് ഈ സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇത് ലൊമാനി എൽപാസോ ആണ്. ഇതിൻ്റെ പെർഫ്യൂം ഉണ്ട്. പെർഫ്യൂമിന് 800 ചേഞ്ച് എന്തോണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇത് ഡിയോഡറൻ്റ് ആണ്, ഇതിന് 200 ചേഞ്ച് ആണ് പ്രൈസ്. ഇത് രണ്ടാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലോണം ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. ലൊമാനിയുടെ പെർഫ്യൂംസ് വളരെ പോപ്പുലർ ആയതുകൊണ്ട് വലിയൊരു പ്രൈസും വരുന്നില്ല. ഒക്കെ ഒരു 1000 അറൗണ്ട് ആണ് അതിൻ്റെ ഒക്കെ പ്രൈസ് വരാറുള്ളത്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ്സ് നല്ലോണം ഉണ്ട്. കാരണം ഇത് അത്രയും പോപ്പുലറായ സാധനം ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ബോട്ടിലുകളും എല്ലാം റീഫില്ല് ചെയ്യാൻ, സാധനം സോഴ്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ റീഫില്ല് അടിച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് കിട്ടും, അവൈലബിൾ ആണ് സാധനം. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വാങ്ങിക്കുന്നത് ഒറിജിനൽ ആണ് എന്നുള്ളത്. കാരണം ഓൺലൈനിൽ നോക്കിയാൽ തന്നെ കുറേ കമൻസ് ഉണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഒറിജിനൽ ആണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഒറിജിനൽ വാങ്ങിക്കുന്നവർ വാങ്ങിക്കുക. അല്ലെങ്കിൽ അതേ ഫ്രാഗ്രൻസ്, ഇപ്പോൾ ഇതും പാസിവിസ്റ്റും ഞാൻ വെച്ച് നോക്കി ഒരു വ്യത്യാസമില്ല ഫ്രാഗ്രൻസ്. അപ്പോൾ അങ്ങനെ ഇൻസ്പയർഡ് വേർഷൻസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് അതെടുത്തോളൂ. പക്ഷേ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് പോയിട്ടോ അല്ലെങ്കിൽ റീഫിൽ ചെയ്ത് പോയിട്ടോ വാങ്ങിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഒറിജിനൽ പെർഫ്യൂമിനുള്ളത്. ഇതിപ്പോൾ ഡിയോഡറൻ്റ് ആണ്. ഇത് ഗ്യാസ് ഉള്ള ഡിയോഡറൻ്റ് ആണ് കേട്ടോ. പൊതുവേ ഈ ഒരു ഫ്രഞ്ച് ഡിയോഡറൻസ് ഒക്കെ ഗ്യാസ് ഉള്ളത് തന്നെയാണ് വരാറുള്ളത്. ലൊമാനി ആക്ച്വലി ഒരു ഫ്രഞ്ച് ബ്രാൻഡാണ്, മെയ്ഡ് ഇൻ ഫ്രാൻസ് തന്നെയാണ് സാധനം. എന്താ മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ലൊമാനി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ല രീതിക്ക് ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ഈവൻ ദോ ഇതൊരു ഡിയോഡറൻ്റ് ആണെങ്കിൽ കൂടിയിട്ട് അതിൻ്റെ ഫ്രാഗ്രൻസ് നല്ല ഫ്രഷ്നെസ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ആർക്കും ഒരു ശല്യം ഇല്ലാത്ത, ആളുകൾ നമ്മളോട് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ ഒരു ചാൻസ് ഉള്ള, ഒരു ഹെഡ് ടേണർ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബർഗമോട്ട്, പിന്നെ ഒരു സിട്രസ്, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നുള്ള അതിൻ്റെ ഒരു വെൽ ബ്ലെൻഡഡ് ഫോം. അതായത് ഭയങ്കര കുത്തലില്ലാത്ത, ഒരു എക്സ്ട്രീം അല്ലാത്ത ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിട്രസി ഓപ്പണിംഗ് ആണ് ഇതിനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്.
പിന്നെ കുറച്ചൊരു സ്പൈസി നോട്ട്സ്, ക്ലോവ്സ്, കാർഡമം ഇങ്ങനത്തെ ഒക്കെ ഒരു ചെറിയൊരു സ്പൈസി ഹിൻറ്റും ഉണ്ട്. പിന്നെ ഇതിൽ വരുന്ന വേറെ നോട്ട്സ് കുറച്ചൊരു അരോമാറ്റിക് ആണ്, കുറച്ചൊരു വൈറ്റ് ഫ്ലോറൽ അരോമാറ്റിക് നോട്ട്സും വരുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴെ ഡ്രൈ ഡോൺക്ക് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു സിഡർ വുഡിൻ്റെ ഫ്രാഗ്രൻസും ചെറുതായിട്ട് എവിടേക്ക് ഒരു മസ്കി ഫ്രാഗ്രൻസ് ഒക്കെ ഫീൽ ചെയ്യും. സോ ഓൾ ടുഗദർ പറയുകയാണെങ്കിൽ ഇതൊരു ഫ്രഷ് അരോമാറ്റിക് സ്പൈസി ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ചെറിയ രീതിയിൽ താഴെ ഏറ്റവും ലാസ്റ്റിലേക്ക് നമുക്കൊരു വുഡി മസ്കി ഫീൽ ചെയ്യും. അത് മോസ്റ്റ്ലി എല്ലാ പെർഫ്യൂംസിൻ്റെയും ബേസ് നോട്ട്സിൽ ആ ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു വുഡി മസ്കിയാണ് ഇതിലുള്ളത്. വളരെ പ്ലീസിങ് ആണ്, ഓഫീസ് ഫ്രണ്ട്ലി ആണ്, പുറത്തോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അധികം നിൽക്കൂല, മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. പിന്നെ എന്താ പറയുക, സെഡക്റ്റീവ് ആണ്, ആളുകൾ നല്ലോണം ഇഷ്ടപ്പെടും ഇത് അപ്ലൈ ചെയ്താൽ. പിന്നെ ഇതിൻ്റെ ഒരു നാച്ചുറൽ വേറെ കുറേ പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ. ഒന്ന് CK എറ്റേണിറ്റി ഫോർ മെന്ന്, പിന്നെ നമ്മുടെ വിക്ടറിനോക്സിൻ്റെ ക്ലാസിക് എന്നുള്ള പെർഫ്യൂം ഉണ്ടല്ലോ, അതും ഈ ഒരു വൈബാണ്. പിന്നെ ഇതിൻ്റെ ഏതാണ്ട് അടുത്ത് വരുന്ന ഒരു വൈബാണ് നമ്മുടെ ഹുഗോ ബോസിൻ്റെ ഹുഗോ മാന്, ഹുഗോ നൗ, അതേപോലെ തന്നെ അതായിരുന്നു ഹുഗോ ബോസിൻ്റെ ഡാർക്ക് ബ്ലൂ, ഇങ്ങനത്തെ പെർഫ്യൂംസ് ഒക്കെ ഏതാണ്ട് ഈ ഒരു വൈബിലേക്ക് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് എന്താ വെച്ചാൽ ആ ഒരു അരോമാറ്റിക് വൈബ്, ഒരു എക്കോട്ടിക് നോട്ട്സ് ഓപ്പണിങ്ങിൽ വരും, ഒരു ഫ്രഷ് എക്കോട്ടിക്. ഞാൻ ആ ബർഗമോട്ടിൻ്റെ കൂടെ എക്കോട്ടിക് പറയാൻ വിട്ടുപോയി. ഒരു നല്ലൊരു മസ്കുലിൻ ആയിട്ടുള്ള ഫ്രഷ് എക്കോട്ടിക് വരും, പിന്നെ ഒരു അരോമാറ്റിക് വരും, ലാവൻഡർ വരും, ചെറിയൊരു സ്പൈസി ഹിൻറ്റ് വരും, അങ്ങനെല്ലാം കൂടെ ആയിട്ട്. ചിലതിൽ സ്പൈസി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു വിക്ടറിനോക്സിലൊന്നും സ്പൈസി അല്ല, അത് കുറച്ചും കൂടി ഒരു മസ്കുലിൻ, ആ ഒരു എക്കോട്ടിക് മസ്കുലിൻ ആണ് അതിൽ കൂടുതൽ വരുന്നത്. പക്ഷെ എന്നാലും എല്ലാം ഈ ഒരു വൈബിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ്. നല്ല പ്ലീസിങ് ആണ്, വളരെ ഒരു എന്താ പറയുക, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെൽ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. നിങ്ങൾ ഫ്രാഗ്രൻറ്റിക് ഒക്കെ എടുത്ത് നോക്കിയാൽ കുറേ ആളുകൾ ഇതിനെ പ്രൈസ് ചെയ്തിട്ട് പറയുന്നത് കാണാം. ഈവൻ ദോ അതൊരു 92ലോ 93ലോ റിലീസ് ചെയ്ത പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടിയിട്ട് സ്റ്റിൽ ഇത് നമ്മൾ കൂൾ വാട്ടറും CK1 ഒക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എക്കോഡിജിയോ ഒക്കെ പറയുന്ന പോലെ എന്താ പറയുക, അത്യാവശ്യം ഒരു ഏജുള്ള ആൾ തന്നെയാണ് ഇയാളും. അപ്പോൾ ഒരു 90s കിഡാണ്, പക്ഷെ സ്റ്റിൽ ആള് വർത്താണ് വാങ്ങിക്കുന്നതിൽ. ഇവിടെ കൂൾ വാട്ടറൊക്കെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏജുള്ള പെർഫ്യൂം എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്ന പോലെ ഇത് നമ്മുടെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ എന്നാലും സ്റ്റിൽ നല്ല സാധനം നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എൽപാസിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾ പെർഫ്യൂം കിട്ടുന്നുണ്ടായി വാങ്ങിച്ചോളൂ. ഞാനിത് പെർഫ്യൂം വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് റീസൺ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പാസിവിസ്റ്റ് ഉള്ളതുകൊണ്ട്, അതും ഇതും ഒരു ഫ്രാഗ്രൻസ് ആയതുകൊണ്ട്, പിന്നെ ഇപ്പം ഞാൻ വീണ്ടും പോയിട്ട് എൽപാസ് വാങ്ങിക്കേണ്ട എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഒറിജിനൽ കിട്ടുന്നിടത്ത് മാത്രം നോക്കിയിട്ട് വാങ്ങിക്കുക. ഇത് ഡിയോഡറൻ്റ് ആണ്, ഡിയോഡറൻ്റ് അത്ര ലാസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഈ ഡിയോഡറൻ്റ് വെച്ചിട്ട് പെർഫ്യൂം റിവ്യൂ ചെയ്യാണോ എന്ന് ഇനി ആരും ചോദിക്കരുത്. ഞാനിതിൻ്റെ ഫ്രാഗ്രൻസ് മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്, പെർഫോമൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഡിയോഡറൻറ്റിലും പെർഫ്യൂമിലും ഒരേ ഫ്രാഗ്രൻസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ചില പ്രൊഡക്ട്സ് നമ്മൾ ഡിയോഡറൻസും പരിചയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒറിജിനൽ മാത്രം, റീഫില്ലിടും പിന്നെ വേറെ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ്സിലൊക്കെ ഒന്നും പോകരുത്. അത് പറയാനുള്ള കാര്യം ഞാനത് കണ്ടത് കൊണ്ട് പറഞ്ഞതാണ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.